എപ്പോഴെങ്കിലും രാത്രിയിലും തനിച്ച് നിങ്ങളുടെ മാത്രം ലോകത്തിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? വെറുതെ ഒരു വാക്കിന് ഐ ലവ് യു പറയുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്ക് സോഷ്യൽ മീഡിയയിൽ ഹാർട്ട് ഇമോജി അയക്കുന്നവരല്ല. അതും അല്ലെങ്കിൽ കാണുമ്പോൾ വെറുതെ ചിരിച്ചു കാണിക്കുന്നവരുമല്ല. നമ്മുടെ കയ്യിലുള്ള പണവും പദവിയും ഒക്കെ പോയാലും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഈ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിയുമ്പോഴും കൂടെ നിൽക്കുന്ന യഥാർത്ഥ മനുഷ്യർ അവരാരാണ്? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം? സത്യം പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടാകും അല്ലേ? ചിലർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും, മറ്റു ചിലർ നമ്മളെ വെറുതെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ശരിക്കും സ്നേഹിക്കുന്നവർ അവർ വളരെ കുറവായിരിക്കും. ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ അത് പലപ്പോഴും പുറത്തേക്ക് പറയാറില്ല, അവരത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരും. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നാണ് സത്യം. ആരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 10 പവർഫുൾ ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ലക്ഷണമുണ്ട്. മിക്കവാറും ആരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്താണ് അത് പുറത്തു വരിക. എന്താണെന്ന് അറിയണ്ടേ? വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പ്രഭാതം ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തലേന്ന് രാത്രി പെയ്ത മഴയുടെ ബാക്കിപത്രം വന്നോണം അടുത്തുള്ള മരത്തു നിന്നും വീടിന്റെ മേലെ നിന്നൊക്കെ ഭൂമിയിലേക്ക് വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം. അടുക്കളയിൽ നിന്ന് അമ്മ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന മണം വരുന്നുണ്ടാവും. നമ്മൾ പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു വയ്ക്കും, മോനെ അല്ലെങ്കിൽ മോളെ ചായ എടുക്കട്ടെ. വളരെ സാധാരണമായൊരു ചോദ്യം അല്ലേ? ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷെ സിനിമയിലേക്ക് കാണുന്ന പോലെ വലിയ ഡയലോഗുകളിലോ അല്ലെങ്കിൽ പാട്ടുകളിലോ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലിലോ ഒന്നുമല്ല ഈ ലോകത്തെ യഥാർത്ഥ സ്നേഹിക്കുന്നത്. വർഷങ്ങളോളം നമുക്ക് വേണ്ടി ആരോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സത്യത്തിൽ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിചാരിച്ചത്ര ഒറ്റയ്ക്കല്ല നിങ്ങൾ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയല്ലേ? ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ ഓർത്തിരിക്കും. നമുക്ക് വലിയ കാര്യമൊന്നും അല്ലാന്ന് തോന്നുന്ന പലതും അവരുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പലഹാരം ഏതാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നോ ഒരിക്കൽ നിങ്ങൾ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെറുതെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരികൾ കേൾക്കുമ്പോൾ അവർക്ക് ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് തളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചായയാണ് വേണ്ടതെന്ന് പോലും അവർക്കറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ സത്യം അതല്ല. ഒരാൾ നിങ്ങളുടെ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഓർത്തു വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവരുടെ ഉള്ളിൽ നിങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. നമ്മൾ മറ്റൊരാൾക്ക് അത്രയും വിലപ്പെട്ടവരാകുമ്പോൾ മാത്രമാണ് നമ്മളെക്കുറിച്ചുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു ആകുലത ഉണ്ടാകും. നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് അമ്മമാരുടെ അടുത്ത് നിന്നും, എടാ അവിടെ ചെന്നിട്ട് വിളിക്കണേ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പോകണേ എന്ന്. പലപ്പോഴും നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നും അല്ലേ? ഇതിപ്പോൾ എന്തിനെങ്ങനെ എപ്പോഴും പറയണത് എന്ന് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു വിളിക്കണേ എന്ന വാക്കിൻ്റെ പിന്നിൽ എത്ര വലിയ സ്നേഹമുണ്ടെന്ന്. നമ്മളെ ഒട്ടും കാര്യമില്ലാത്തവർക്ക് നമ്മളെക്കുറിച്ചൊരു ആകുലതയും പേടിയൊന്നും ഉണ്ടാവില്ല. നമ്മളെവിടെ പോയാലും എപ്പോൾ തിരിച്ചു വന്നാലും അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ സുരക്ഷിതമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താതെ ഒരു സമാധാനം കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരാളുടെ പേടി അല്ലെങ്കിൽ ആകുലത എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ്. അതുകൊണ്ട് ആരെങ്കിലും ചെന്നിട്ട് വിളിക്കണേടാ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ കിട്ടുന്ന ആ ഒരു സന്തോഷം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ കിട്ടാൻ വലിയ പുണ്യം ചെയ്യണം. നമ്മളൊരു വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ കൂടെ നിന്ന് ആഘോഷിക്കാനും തോളിൽ തട്ടാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ചെറിയ അസൂയ കാണും. ഇവൻ്റെ ഇതെങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇവ എന്നെക്കാൾ മുന്നിലെത്തിയല്ലോ എന്നൊക്കെ പലരും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വിജയം അവരുടേത് കൂടിയാണ്. നിങ്ങളൊരു നല്ല ജോലി കിട്ടുമ്പോഴോ, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുമ്പോഴോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴോ അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ തിളക്കമുണ്ടല്ലോ, അതൊരിക്കലും അഭിനയിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ വളർച്ച അവരൊട്ടും പേടിപ്പിക്കില്ല. പകരം അവർക്കതൊരു വലിയ അഭിമാനമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ ആരാണ് നിങ്ങളുടെ വിജയത്തിൽ ഉള്ളു തുറന്ന് ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ. നാലാമത്തെ കാര്യം, നിങ്ങളില്ലാത്ത നേരത്ത് നിങ്ങൾ ആര് ചേർത്ത് പിടിക്കുന്നു എന്നതാണ്. സത്യം പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷ നടക്കുന്നത് നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോഴാണ്, ആ പരിസരത്ത് ഇല്ലാത്തപ്പോഴാണ്. ഇപ്പോൾ 4 പേര് കൂടിയിരുന്ന് നിങ്ങളെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കുക. കൂടെയുള്ളവരപ്പോൾ എന്ത് ചെയ്യും? ചിലർ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കും, മാറി നിൽക്കും.
ചിലർ അവരെ കൂടെ കൂടിയിട്ട് ചിരിക്കും. പക്ഷെ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവരെന്താ പറയാന്നറിയോ? അങ്ങനെയൊന്നും പറയരുത്, അവൻ അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ അവൻ ഇല്ലാത്തപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യേണ്ട എന്ന്. നിങ്ങളുടെ പേരിന് ഒരു കളങ്കം വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളെ പ്രതിരോധിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരാണ് നിങ്ങൾ ശരിക്കും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും. മുഖത്ത് നോക്കി പുകഴ്ത്തുന്നവരല്ല, നമ്മുടെ പുറകിൽ നമ്മൾ ആര് താങ്ങി നിർത്തുന്നുവെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ കുറവുകളോടെ നിങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് കഴിയും. തുടക്കത്തിലൊക്കെ എല്ലാവർക്കും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡൊക്കെ പുറത്തു വരാൻ തുടങ്ങും. അപ്പോഴാണ് ശരിക്കുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മൂഡ് ശരിയല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം മോശമായി പെരുമാറുമെന്ന് അവർക്കറിയാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും നീ ഇങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള സ്നേഹം. നമ്മുടെ നല്ല വശങ്ങൾ മാത്രം കണ്ട് കൂടെ നിൽക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ പോരായ്മകൾ കൂടി അറിഞ്ഞിട്ടും നമ്മളെ ഉപേക്ഷിക്കാത്തവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്? 1, 2 അതോ അതിൽ കൂടുതലുണ്ടോ? ഇനിയും എണ്ണുക. കാരണം ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് നിങ്ങളും കൂടി പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കില്ലേ? 6ാമത്തെ കാര്യം, എത്ര തിരക്കാണെങ്കിലും അവർ നിങ്ങൾക്കായി സമയം കണ്ടെത്തും. സത്യം പറഞ്ഞ ഈ ലോകത്ത് തിരക്കില്ലാത്തവരായി ഇന്ന് ആരുമില്ല അല്ലേ? എല്ലാവരും ഓരോ ഓട്ടത്തിലാണ്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾക്കും ആളുകൾക്കും വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയെടുക്കും. അതാണ് സത്യം. പകൽ മുഴുവൻ ജോലി ചെയ്ത് തളർന്നു വന്നിട്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരാൾ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ബിസി ആയിരിക്കുന്ന സമയത്തും നീ എവിടെയാ എന്ന് തിരക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളും അവരുടെ ലോകത്ത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഇരിക്കുമ്പോൾ ആർക്കും ആരെയും വിളിക്കാം. പക്ഷെ സ്വന്തം വിശ്രമം പോലും മാറ്റിവെച്ച് നിങ്ങളോടൊന്ന് മിണ്ടാൻ അവർ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ സ്നേഹം അത്രമേൽ ആഴമുള്ളതാണെന്നാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും കൈവിടരുത്. 7ാമത്തെ കാര്യം, അവർ നിങ്ങളോട് സത്യം മാത്രമേ പറയൂ. നമുക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് സാരമില്ലടാ നീ ചെയ്താൽ ശരി എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ സോപ്പിട്ട് സന്തോഷിപ്പിക്കുന്ന ചിലർ. പക്ഷേ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെയല്ല ചെയ്യുക. നിങ്ങളൊരു തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി തുറന്നു പറയാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ വിഷമം തോന്നാം. പക്ഷേ അവർ പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങൾ ആ തെറ്റ് തിരുത്തി ജീവിതത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടിയാണ്. സത്യം പറയുന്നവർ ഈ കാലത്ത് വളരെ കുറവാണ്. ആ സത്യം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുന്നവർ അതിലും കുറവാണ്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും കൈവിടരുത്. കാരണം അവരാണ് ശരിക്കും നിങ്ങളുടെ ആളുകൾ, യുവർ പീപ്പിൾ. 8ാമത്തെ കാര്യം, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സീക്രട്ട് ലക്ഷണം ഓർമ്മല്ലേ? എന്താണെന്നറിയണ്ടേ? സത്യം പറഞ്ഞാൽ ഒരാളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷ നടക്കുന്നത് നിങ്ങളുടെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ്. നമുക്ക് നല്ല കാലമുള്ളപ്പോൾ, നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ, നമ്മൾ ആഘോഷിക്കുമ്പോൾ കൂടെ ചേരിക്കാനും സെൽഫി എടുക്കാനും ഒരു 100 പേരുണ്ടാകും. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജോലി പോയാൽ, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക തകർച്ച വന്നാൽ, നമ്മൾ പരാജയപ്പെട്ട് തകർന്നു നിൽക്കുമ്പോൾ അന്ന് ചുറ്റൊന്ന് നോക്കിയാൽ മതി കൂടെ ഉണ്ടായിരുന്ന പലരും പതുക്കെ പതുക്കെ മുങ്ങുന്ന കാണാം. പക്ഷെ ആ ഏറ്റവും മോശം സമയത്തും നിങ്ങളുടെ കൈ വിടാതെ കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അവരാണ് നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവർ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂടെ നിന്ന് ആരാണ്? ഒന്ന് ഓർത്ത് നോക്കിയേ. 9ാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ പോലും അവർ കൂടെ ഉണ്ടാകും. നമ്മളൊരു വലിയ വീട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ കാറ് വാങ്ങുമ്പോഴൊക്കെ ചിലപ്പം എല്ലാവരും ഒന്ന് അഭിനന്ദിക്കും. പക്ഷേ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ പോലും ആഘോഷിക്കും. ഒരുപക്ഷെ നിങ്ങളൊരു പുതിയ കാര്യം പഠിച്ചെടുത്താവാം, അല്ലെങ്കിൽ ഓഫീസിൽ ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളെ വിചാരിച്ച ഒരു കാര്യം നടന്നതാവാം. ലോകത്തിന് അതൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. നിങ്ങളതിനു വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് അവർക്കറിയാം. നിങ്ങളുടെ ആ യാത്ര അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കുമ്പം അവർക്കില്ലാത്തൊരു അഭിമാനമാണ്. നിങ്ങളുടെ സന്തോഷം കാണാൻ കാത്തിരിക്കുന്ന ആ കണ്ണുകളുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. 10ാമത്തെ കാര്യം, എല്ലാറ്റിനും മുകളിലുള്ള ഏറ്റവും വലിയ ലക്ഷണം ഇതാണ്. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായതിനെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ചിലരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ കഷ്ടപ്പെടാറുണ്ട് അല്ലേ? വാചകങ്ങൾ കളന്നു തൂക്കി സംസാരിക്കും, നമ്മളല്ലാത്ത മറ്റാരോ ആയി അഭിനയിക്കും. പക്ഷേ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഭിനയത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു പേടിയുമില്ല, ആരും നിങ്ങളെ വിധിക്കില്ല, ജഡ്ജ് ചെയ്യില്ല.
അവിടെ നിങ്ങൾക്ക് സമാധാനമായി ശ്വാസം വിടാം. നിങ്ങളുടെ പൊട്ടത്തരങ്ങളും സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ അവർക്ക് മുന്നിൽ തുറന്നിടാം. ഒരു കുഴപ്പമില്ല. ഒരാളുടെ സാമീപ്യം നിങ്ങൾക്ക് ആ ഒരു സമാധാനം തരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. ആ ബന്ധത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കാരണം ഇങ്ങനെയുള്ളവരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി. ഇന്ന് ഞാൻ പറഞ്ഞ ഈ 10 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് എണ്ണി നോക്കിയേ. ഇതിൽ 5 അതിലധികമോ കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് നിങ്ങൾ. കാരണം ശരിക്കുള്ള സ്നേഹം ഒരിക്കലും ഇങ്ങനെ ബഹളം വയ്ക്കുന്ന ഒന്നല്ല. അതെപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ ഡയലോഗുകൾ പറയുന്നതോ ഒന്നുമല്ല. മിക്കപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് വലിയ പ്രകടനങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളോളം ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാവാം, അച്ഛനാവാം, ഒരു സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ സഹോദരങ്ങളോ ആരും ആവാം. നമ്മൾ പലപ്പോഴും പുതിയ പുതിയ സ്നേഹങ്ങൾ തേടി ഒരുപാട് അലയാറുണ്ട് അല്ലേ? ആ ഓട്ടത്തിൻ്റെയിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പാവം മനുഷ്യരെ നമ്മൾ കാണാതെ പോകാറുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ മനുഷ്യരാരാണ്? അവരൊരിക്കലും മറക്കരുത്, അവരെ ചേർത്ത് പിടിച്ചേക്കുക. പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്നും കൂടെ നിന്നിട്ടുള്ള ആ ഒരാൾ ആരാണ്? താഴെ കമൻ്റായിട്ട് പറയൂ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം വന്നിട്ടുണ്ടാവുമല്ലോ, ആ വ്യക്തിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. കാരണം യഥാർത്ഥ സ്നേഹം തിരിച്ചറിയപ്പെടേണ്ടത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.